ബാലേട്ടാ, ഇത് ഞങ്ങളാ പവിത്രൻ ആൻറ്റീം. മനസ്സിലായില്ലേ? പിന്നെ ഫിലിം ഫെസ്റ്റിവൽ തുടങ്ങിയാൽ നിങ്ങൾ തിരുവനന്തപുരത്ത് ഒന്ന് ചാടുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. പിന്നെ പ്രധാനപ്പെട്ട സിനിമകളൊന്നും വിട്ടുപോണ്ട. ഏയ്, ഒന്നും മിസ്സാക്കുന്നില്ല. ഞങ്ങൾ വന്നത് ബാലേട്ടനെ കാണാൻ കൂടി വേണ്ടിയിട്ടാ. ബാലേട്ടന് ഇപ്പോൾ എഴുതിയിട്ടല്ല. തൽക്കാലം സിനിമാ തിയേറ്ററിന് പകരം ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. ഇത്തവണ ഒരു ചെറിയ ചേഞ്ച്. അയ്യോ ബാലേട്ടാ, അത് ഞങ്ങൾ അറിഞ്ഞില്ല. ഒന്ന് കാണാൻ എന്താ വഴി? നിങ്ങൾ ആവശ്യം പറയൂ, പരിഹാരം ഫോൺ വഴി കിട്ടിയാലും മതിയല്ലോ. ആ, അത് മതി ചേട്ടാ. ആ എന്നാ പറ. ഞങ്ങളെല്ലാവരും കൂടി ഒരു തിരക്കഥ റെഡിയാക്കിയിട്ടുണ്ട്. ചില ഡയറക്ടർമാരടുത്തും പ്രൊഡക്ഷനിലും ഒക്കെ സംസാരിക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. ആ ഭേഷ്, പിന്നെ മടി എന്തിന്? കാര്യങ്ങളൊക്കെ വേഗത്തിൽ നീങ്ങട്ടെ. ബാലേട്ടാ, ഒരു മിനിറ്റ്. ഹലോ ബാലേട്ടാ, ഞാൻ ദേവനാണ്. ഞാനിപ്പോൾ അവിടേക്ക് പോയിട്ട് ഈ കഥയൊക്കെ പറഞ്ഞാൽ അത് മോഷ്ടൊക്കെ വരുന്ന ഒരു ഡൗട്ട്. അല്ല, ഇപ്പോൾ ആരും അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല, ഈ പ്രത്യേകിച്ച് ഈ സിനിമക്കാർ. കൊള്ളാം കൊള്ളാം. ബാലേട്ട ചിരിക്കല്ലേ? അല്ല, നേരത്തെ ഇതുപോലെ നമുക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. അതാണ് നമുക്ക് ഇതൊരു പേടി. ഇതാകുമ്പോൾ നമ്മുടെ കയ്യിലുള്ളത് പറഞ്ഞാൽ നല്ലൊരു കഥയാണ്. ആ, അതിന് സിനിമാക്കാരുടെ സംഘടനയെ തന്നെ കഥ രജിസ്റ്റർ ചെയ്യാനുള്ള സംവിധാനം ഉണ്ടല്ലോ, അത് ചെയ്താൽ പോരെ? അതത്ര വിശ്വാസം പോരാ. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വഴി ബാലേട്ടൻ പറയും. അങ്ങനെയാണെങ്കിൽ പുവർ മാൻസ് കോപ്പി റൈറ്റ് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്, അതായാലോ? ഒരു ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി, അത് സാഹിത്യമാവട്ടെ, സംഗീതമാവട്ടെ, ആർട്ട് വർക്കാവട്ടെ, അത് ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ അതിൻ്റെ സൃഷ്ടാവിൻ്റെ പേരിൽ തന്നെ രജിസ്റ്റർ ചെയ്യുന്നതിനെ പുവർ മാൻസ് കോപ്പി റൈറ്റ് എന്ന് പറയും. ഓ, ഒന്നുകൂടെ വിശദമായി പറ ബാലേട്ടാ. പറയാം. നിങ്ങളുടെ കയ്യിലുള്ള തിരക്കഥ ഒരു കവറിലിട്ട് നിങ്ങളുടെ അഡ്രസ്സിലേക്ക് തന്നെ അയയ്ക്കുക. പോസ്റ്റൽ സർവീസ് വഴി വരുന്ന ആ കവർ ഓപ്പൺ ചെയ്യാതെ സൂക്ഷിക്കണം. നിങ്ങളുടെ തിരക്കഥ രജിസ്റ്റേർഡായി. ഇതാണ് പുവർ മാൻസ് കോപ്പി റൈറ്റ് എന്ന് പറയുന്നത്. തപാൽ വഴി വരുന്ന കവറിൽ ഡേറ്റ് കൃത്യമായി പതിഞ്ഞിട്ടുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ല, നാളെ ഇതിനൊരു ഇഷ്യൂ വരുമ്പോൾ നിയമപ്രാബല്യം കിട്ടുമോ? ആ, ന്യായമായ ചോദ്യം. നിയമപരമായ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നമുക്ക് തീയതി മുതലുള്ള കാര്യങ്ങൾ എടുത്തു കാട്ടാൻ സാധിക്കും. ഇതല്ലാതെ വേറെന്താ വഴി? സാഹിത്യകൃതികൾ, തിരക്കഥയോ നോവലോ കവിതയോ എന്തായാലും എഴുതിയോ ടൈപ്പ് ചെയ്തോ നിങ്ങളുടെ സ്വന്തം മെയിലിൽ അറ്റാച്ച്മെൻറ്റായി സൂക്ഷിച്ചാലും ഇതേ പരിരക്ഷ അവകാശപ്പെടാവുന്നതാണ്. ഡിജിറ്റലൈസേഷൻ്റെ ഇക്കാലത്ത് മെയിൽ അറ്റാച്ച്മെൻറ്റ് ഇത്തിരി കൂടി എളുപ്പമാണ് താനും. ഇടയ്ക്ക് വരുന്ന തിരുത്തലും മറ്റും ഈ രീതിയിലാവുമ്പോൾ എളുപ്പത്തിൽ അറ്റാച്ച് ചെയ്യാം. അതെ, മാറ്റം വരുത്തുമ്പോൾ മുഴുവനായും ഓരോ തവണയും അറ്റാച്ച് ചെയ്യണം, അത് മറക്കരുത്. അത് ചെയ്യാം. അപ്പോൾ താങ്ക്സ് ബാലേട്ടാ, വിലയേറിയ ഉപദേശത്തിന്. കൊറിയയിൽ നിന്നും ലാറ്റിൻ അമേരിക്കയിൽ നിന്നും ഇനി യുവന്മാരെ തിരക്കിയ ആൾ വരാതിരുന്നാൽ കൊള്ളാം.